ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ക്രൈസ്തവരും ക്രൈസ്തവ വിഭാഗങ്ങളും പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ പീഡിപ്പിക്കപ്പെടുന്ന രാജ്യത്തിന് വേണ്ടിയും ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വേണ്ടിയും അവരെ പിന്തുണച്ച് അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതും ആശ്വാസം പകരുന്നതും ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ മതേതര പ്രസ്ഥാനമാണ്. അതാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ ഇസ്രയേൽ ജനങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ ശബ്ദിച്ച ഒരേയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഹഗിയ സോഫിയ വിഷയവുമായി ബന്ധപ്പെട്ട അന്നും ക്രൈസ്തവർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ മതേതര പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. കഴിഞ്ഞ വർഷം ക്രിസ്മസ് ആഘോഷിച്ചപ്പോൾ ഡൽഹിയിലെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനത്തിൽ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നേരിട്ടെത്തി ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ചരിത്രമുള്ള പാർട്ടിയാണ് ബി. ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയും ഇന്ന് വരെ കാത്തോലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയിൽ നേരിട്ടെത്തി ക്രിസ്മസ് ആഘോഷം ചരിത്രത്തിൽ നടത്തിയിട്ടില്ല. ചില സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഒറ്റപ്പെട്ട വിഷയങ്ങൾ പർവ്വതീകരിച്ച് കാണിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ അവഹേളിക്കുന്ന വാർത്താ സഭയുടെ പത്രത്തിൽ കൂടെ വരുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ആ പത്രത്തിൽ ജോലി ചെയ്യുന്നവരുടെ രാഷ്ട്രീയം, അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം, അവരുടെ രാഷ്ട്രീയമാണ് ആ പത്രത്തിന്റെ താളുകളിൽ കൂടി അവർ എഴുതി വിടുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ തലസ്ഥാന നഗരിയിൽ എത്തുകയും അവർ നടത്തിയ പ്രസംഗത്തിൽ 2026 കേരളം ഭരിക്കാൻ പോകുന്നത് BJP നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ പത്രത്തിൽ ജോലി ചെയ്യുന്ന രാഷ്ട്രീയമുള്ള ചില പത്രാധിപർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ നിരുത്തരപരമായ വാർത്തകൾ ആ പത്രത്തിൽ കൂടെ കൊടുക്കുന്നത്. കേരളത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ക്രൈസ്തവ വിഭാഗത്തോട് മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ മതവിഭാഗങ്ങളോടും ഒരുപോലുള്ള സഹകരണ മനോഭാവമാണ് വെച്ചു പുലർത്തുന്നത്. ദീപിക ദിനപത്രത്തിൽ വരുന്ന വാർത്തകൾ പലതും തന്നെ സഭയുടെ മെത്രാന്മാരുടെ നിലപാടുകളല്ല എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. ഇതിനു മുമ്പ് വന്ന പല വാർത്തകളും അതിനുദാഹരണങ്ങളാണ്. ഈ ദിനപത്രത്തിൽ കാലാകാലങ്ങളായി പല രാഷ്ട്രീയ അനുഭാവമുള്ള വൈദികരാണ് അതിന് തലപ്പത്ത് വരാറുള്ളത്. അവരുടെ ആശയങ്ങൾ മാത്രമാണ് അവർ ആ പത്രത്തിൽ കൂടെ പ്രചരിപ്പിക്കുന്നത്. സഭയുടെ പൊതുവായ താല്പര്യമുള്ള പല വാർത്തകളും ഇന്നുവരെ ആ പത്രം കാത്തു സൂക്ഷിച്ചിട്ടില്ല. കേരളത്തിലെ സീറോ മലബാർ സഭയിലെ വർഷങ്ങളായി നിന്ന വിഭാഗീയതയെക്കുറിച്ച് അവർ ഇന്ന് വരെ സഭയുടെ കൂടെ ചേർന്ന് നിന്ന് ഒരു വാർത്ത ആ ദിനപത്രത്തിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. സഭയുടെ വിശ്വാസികൾ ഇതിനെതിരെ പല രീതിയിൽ ചോദ്യം ഉന്നയിച്ചത് നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ തെളിഞ്ഞ സത്യമാണ്. ഇന്ന് ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരേ ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന് അഭിമാനത്തോടെ പറയാം. അങ്ങനെയിരിക്കെ ഭാരതീയ ജനതാ പാർട്ടിയെ അവഹേളിക്കാൻ വേണ്ടി പത്രത്തിൽ കൂടെ എഴുതിയ വാർത്ത തികഞ്ഞ അവജ്ഞയോടെ എടുക്കുന്നു. സഭാ നേതൃത്വത്തിനും സഭാ പിതാക്കന്മാർക്കും വിശ്വാസികൾക്കും ഭാരതീയ ജനതാ പാർട്ടിയോടുള്ള വിശ്വാസം വളരെ വലുതാണ്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അതിന് തെളിവാണ്. ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു നിലമ്പൂരിൽ. കേരളത്തിൽ വേറെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കില്ല. ഇതിന്റെ അർത്ഥം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനോടും ഇന്ത്യയിലുള്ള മുഴുവൻ ക്രൈസ്തവരോടും ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള സ്നേഹമാണ് അതിലൂടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ പോലും അടിയുറച്ച ക്രൈസ്തവ വിശ്വാസികളാണ് വന്നിരിക്കുന്നത്. ഇതും ഒരു അഭിമാനമുള്ള കാര്യമാണ്. വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ബഹുഭൂരിപക്ഷം ക്രൈസ്തവരും ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ആയിരിക്കുമെന്ന് BJP നേതാവ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലുവാടിക്കൽ പറയുന്നു.